ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ സ്ട്രിങ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതേപോലെ തന്നെ സ്ട്രിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഈ കോൺകാറ്റനേഷൻ അല്ലെങ്കിൽ കമ്പൈനിങ് ടു സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് അഡ എന്ന് പറയുന്ന വാല്യൂം ലാസ്റ്റ് നെയിം ആയിട്ട് ലോലൻസ് എന്ന് പറയുന്ന വാല്യൂം ഇതിലേക്ക് അസൈൻ ചെയ്തു. അതിനുശേഷം ഫുൾ നെയിം ആയിട്ട് ഫസ്റ്റ് ലൈൻ, അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു സ്പേസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കോഴ്സ് 2 തവണ ഇടുക. അതിനുശേഷം ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം പ്ലസ് സ്പേസ് പ്ലസ് ലാസ്റ്റ് നെയിം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് കാണാം, അഡ ലോലൻസ് ADA കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ കൊടുക്കാതെയാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും വരിക. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് കാണത്തില്ല. ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡബിൾ കോഴ്സിൻ്റെ ഉള്ളിൽ സ്പേസ് കൊടുത്തു. അപ്പോൾ ആ സ്പേസും കൂടെ കൂടി ചേർന്നിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വരിക. അപ്പോൾ അത് ഈ ഫുൾ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ആയി. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വേരിയബിൾ, ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ADA എന്ന് പറയുന്ന വാല്യൂ ആണ് ഇതിനകത്തേക്ക് അസൈൻ ആയിട്ടുള്ളത്. ആ വാല്യൂ ഇവിടെ റീപ്ലേസ് ആവും. അതായത് ഇവിടെ സത്യത്തിൽ അസൈൻ ആവുക ADA, ഈ വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നതിനകത്ത് ഈ വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ വാല്യൂ ഇവിടെ റീപ്ലേസ് ആവും. അതിനുശേഷം അതാണ് ഇവിടെ ഡിസ്പ്ലേ ആവുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാതെ ഒരു വേരിയബിളായിട്ട് ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കോൺകാറ്റനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ. ഈ സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് 2 സ്ട്രിങ്ങുകളെ തമ്മിൽ നമുക്ക് കോൺകാറ്റനേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് കോൺകാറ്റനേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്ലസ് സിമ്പിൾസ് ചില ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ കമ്പൈൻ ചെയ്യാൻ നേരത്ത് സെയിം ടൈപ്പിലുള്ള ഡേറ്റ ആയിരിക്കണം കമ്പൈൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ ഈ ലാസ്റ്റ് നെയിമിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് വാല്യൂ ആണ്. അതായത് നമ്മൾ ഡബിൾ കോഴ്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോഴ്സിലോ കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും. ആ വാല്യൂ ആണ് ലാസ്റ്റ് ലൈനിലുള്ളത്. ഇതിൽ ഞാൻ 5 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, അത് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു എറർ വന്നിരിക്കുന്നത് കാണാം. അതായത് ഈ എറർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ടൈപ്പ് എറർ മസ്റ്റ് ബി സ്ട്രിങ് നോട്ട് ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് എറർ വന്നിരിക്കുന്നത് കാണാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ് ഇവിടെ വരെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ ആഡ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഈ കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ ഒരു സെയിം ടൈപ്പിലുള്ള ഡേറ്റാസിന് മാത്രമാണ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിനകത്തേക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പിലുള്ള വാല്യൂ കമ്പൈൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരു എറർ ആയിരിക്കും ഉണ്ടാവുക. അതായത് സെയിം ടൈപ്പിലുള്ള വാല്യൂസ് മാത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ ഇത് സ്ട്രിങ്സിന് മാത്രമാണ് ഈ ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിളാണ്. ഇപ്പം അഡ ലോലൻസ് സ്മോൾ ലെറ്റർ കൊടുത്തു. അതിനുശേഷം ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ ഡിസ്പ്ലേ ചെയ്യിക്കാൻ നേരത്തെ ഹലോ, അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം ഫുൾ നെയിം ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതായത് ഈ വേരിയബിളിൻ്റെ ഫസ്റ്റ് ലെറ്ററും ഇതിൻ്റെ ഫസ്റ്റ് ലെറ്ററും ഈ സ്ട്രിങ്ങിനകത്ത് ഫുൾ നെയിമിനകത്ത് അഡാലോറസ് എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവും. ആ വാല്യൂ പ്ലസ് ഈ സിമ്പിളും കൂടെ ചേർത്തിട്ടായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുക. ഇനി സ്ട്രിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ടാബ് സ്പേസ്. അതായത് ഒരു കുറച്ച് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഒരു സ്ട്രിങ്ങിന് കൊടുക്കണം. ഇപ്പം ഞാൻ ചുമ്മാ പൈത്തൺ എന്ന് പറയുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡിൽ പ്രിൻ്റ് ആവും. അതിനുശേഷം ഒരു /t എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഞാനിവിടെ യൂസ് ചെയ്തു. /t മീൻസ് ടാബ് സ്പേസ്. ഒരു ടാബ് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് /t യൂസ് ചെയ്യുക. /t കൊടുത്തതിന് ശേഷം പൈത്തൺ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ടാബ് സ്പേസ് ഇട്ടതിന് ശേഷം അത് ഡിസ്പ്ലേ ആയി. ഇപ്പോൾ ഒന്നുകൂടി /t ഇട്ടിട്ട് പൈത്തൺ എന്ന് പറയുന്ന ഒന്നുകൂടി ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പം കണ്ടു, ഇവിടെ പൈത്തൺ എന്ന് പറഞ്ഞ് ഇവിടെ ഡിസ്പ്ലേ ആയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്പേസ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പൈത്തൺ വന്നത്. അപ്പോൾ ഈ /t എന്ന് പറയുന്നത് ഒരു ടാബ് സ്പേസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഇനി അതേപോലെ തന്നെ ന്യൂ ലൈൻ. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഒരു നോട്ട് പാഡിലേക്കൊക്കെ നമ്മൾ റൈറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു ന്യൂ ലൈൻ ആഡ് ചെയ്യും. ഒരു സെൻറ്റൻസ് ഒരു പാരഗ്രാഫൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് അടുത്ത ലൈനിലാണ്. അപ്പോൾ നമ്മൾ ആ ന്യൂ ലൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടറാണ് /n. ഇപ്പോൾ ബാക്ക്വേർഡ് സ്ലാഷ് എന്ന് പറയുന്ന ഒരു എസ്കേപ്പ് ക്യാരക്ടറാണ്. ഈ എസ്കേപ്പ് ക്യാരക്ടർ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ലെറ്ററിനെ ഇത് സ്കിപ്പ് ചെയ്യും. അതായത് ഇപ്പം ഞാൻ /t എന്ന് കൊടുത്തു. ഈ t ഇവിടെ ഡിസ്പ്ലേ ആയിട്ടില്ല, കാരണം ഈ സ്ലാഷ് നമ്മൾ അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. /t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എസ്കേപ്പ് ക്യാരക്ടറാണ്. അപ്പം ഈ t എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ അതിനെ സ്കിപ്പ് ചെയ്യും. അതായത് // എന്ന് ഞാൻ കൊടുത്തു. അപ്പം നമുക്കറിയാം, ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടത്തില്ല. ഇപ്പം / എന്ന് പറഞ്ഞ വാല്യൂ മാത്രമാണ് ഞാനിവിടെ കൊടുത്തത്. /t യൂസ് ചെയ്ത് / എന്ന് പറഞ്ഞ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലാഷ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഈ /t എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയതുകൊണ്ട്
ഇപ്പം നമ്മൾ /t കൊടുത്ത് കഴിയുമ്പോൾ ടാബ് സ്പേസ് ആയിട്ട് ഇവിടെ വന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഞാൻ 2 സ്ലാഷ് കൊടുത്തു കഴിഞ്ഞപ്പം ഒരു സ്ലാഷ് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. അതായത് ഈ സ്ലാഷിനെ ഫസ്റ്റിലത്തെ സ്ലാഷ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഈ സ്ലാഷ് കഴിഞ്ഞ് കൊടുക്കുന്ന ഫസ്റ്റ് ക്യാരക്ടറിനെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും. ഇപ്പം /t എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ടി ഇവിടെ ഡിസ്പ്ലേ ആയിട്ടില്ല. അതൊരു ഓപ്പറേഷൻ ആയ ഒരു പൈത്തൺ ഇൻ്റർപ്രറ്റർ ഇതിനെ ടാബ് സ്പേസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി ഒരു ടാബ് സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്, ഒരു സ്പേസ് ആണ് ഇവിടെ ആഡ് ചെയ്തത്. ഈ സ്ലാഷ് ഈ ബാക്ക്വേർഡ് സ്ലാഷ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ആ സ്പെഷ്യൽ ക്യാരക്ടർ കഴിഞ്ഞ് വരുന്ന ലെറ്ററിനെ ഇത് എന്തെങ്കിലും ഓരോ ഓപ്പറേഷനാണോ പെർഫോം ചെയ്യാനുള്ളതെന്ന് പൈത്തൺ ഇൻ്റർപ്രറ്റർ കണക്കാക്കിയതിന് ശേഷം ആ ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ പെർഫോം ആവുക. ഇപ്പം ഞാൻ /n എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ n എന്ന് പറയുന്നത് ന്യൂ ലൈന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഇപ്പോൾ /n എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പൈത്തൺ കഴിഞ്ഞ് ഒരു ന്യൂ ലൈൻ ഇവിടെ ആഡ് ചെയ്തു. അതിന് ശേഷമാണ് അടുത്ത പൈത്തൺ ഡിസ്പ്ലേ ആയത്. ഇപ്പോൾ നമുക്ക് ഞാനിവിടെ /n യൂസ് ചെയ്തു, അതേപോലെ തന്നെ /t യൂസ് ചെയ്തു. ഇതിൽ രണ്ടും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാനിവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഇവിടെ അസൈൻ ചെയ്തു. അതിനുശേഷം /n /t എന്ന് കൊടുത്തു. /n ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ന്യൂ ലൈൻ ആഡ് ചെയ്യും. അതിനുശേഷം /t കൊടുത്തു കഴിയുമ്പോൾ ഇത്ര സ്പേസ് ഇവിടെ ആഡ് ചെയ്യും. അതിനുശേഷം പൈത്തൺ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു /n കൊടുത്തു. അതായത് /n കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ലൈൻ ആഡ് ചെയ്തു. വീണ്ടും ഒരു ടാബ് സ്പേസ് കൊടുത്തു. അതിനുശേഷം c എന്ന് പറയുന്ന ഈ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അതിനുശേഷം വീണ്ടും /n /t കൊടുത്തു. അപ്പോൾ ന്യൂ ലൈനും ഒരു ടാബ് സ്പേസ് കിട്ടു. അതിനുശേഷം ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഇത്ര വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അപ്പം ഇതേപോലെ ഒരു ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് /n /t ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.